അന്താരാഷ്ട്ര തലത്തിൽ അപലപനം വർദ്ധിക്കുമ്പോഴും ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിന് തയ്യാറാണെന്നും ഹമാസ് പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഗാസയുടെ ഭരണം ഒരു സാങ്കേതിക സർക്കാരിന് കൈമാറാൻ പോലും വാഗ്ദാനം ചെയ്തിരുന്നു. അതോടൊപ്പം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ വൻതോതിൽ വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്യുകയുമുണ്ടായി. എന്നാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വീറ്റോ മാത്രമേ ഈ പ്രമേയം പാസ്സാക്കുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുള്ളൂ. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ ഹമാസിന്റെ പരാജയമെന്ന് അവർ വിളിക്കുന്ന കരാറുകൾ നിരസിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട ഇസ്രയേലി തടവുകാരെ അപകടത്തിലാക്കിയാൽ പോലും. അതോടൊപ്പം ഹമാസ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ദുർബലമാണെന്നും ഇസ്രയേലിന്റെ കൈവശമുള്ളതിന് തുല്യമായി അവർക്ക് ഇതിലൊന്നും ചെയ്യാനും കഴിയില്ലെന്നും ഇസ്രയേൽ പാലസ്തീനിനെ കുറിച്ചുള്ള എഴുത്തുകാരിയും ഗവേഷകയും ദി ഫയർ ദിസ് ടൈംസ് പോഡ്കാസ്റ്റിന്റെ സ്ഥാപകയുമായ എലിയ അയൂബ് അൽ ജസീറയോട് പറഞ്ഞു. അതോടൊപ്പം ഈ വംശഹത്യ തുടരുന്നതിന്റെ ഒരേ ഒരു കാരണം നെതന്യാഹു ആണെന്നും അത് തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന് ഇപ്പോൾ ധാരാളം തെളിവുകളും ഉണ്ടെന്നും പറയുന്നു. എന്നാൽ ഇത് യുദ്ധം തുടരാനുള്ള ഒരു ഒഴിവുകഴിവ് മാത്രമാണ്. പക്ഷെ 1948 ശേഷമുള്ള ഇസ്രയേലിലെ ഏറ്റവും ദൈർഘ്യമേറിയതും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുന്നതുമായ യുദ്ധം തുടരണമെന്ന് നെതന്യാഹു ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഒന്ന് മാത്രമാണ്. യുദ്ധം നെതന്യാഹുവിന്റെ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സഹായിക്കുന്നുവെന്നതാണ് അത്. ഇസ്രയേലിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രിക്ക് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ അഴിമതി കുറ്റത്തിന് അദ്ദേഹം വിചാരണ നേരിടുകയാണ് നിലവിൽ. അതിനു പുറമെ ഒരു സ്ഥിരമായ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഒക്ടോബർ 7 കാരണമായ സുരക്ഷാ പോരായ്മകൾക്ക് ഇസ്രയേൽ സമൂഹം നെതന്യാഹുവിനെ ഉത്തരവാദിയാക്കുമെന്നും ചില വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒക്ടോബർ 7 അഴിമതിയും പരാജയങ്ങളും കാരണം കണ്ണുകൾ തന്നിലേക്ക് തിരിയുമെന്നും അദ്ദേഹം ഭയപ്പെടുന്നുണ്ടെന്നും നിയമപണ്ഡിതയും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ മുൻ ഉപദേഷ്ടാവുമായ ഡയാന ഭട്ടു പറഞ്ഞു. അതുകൊണ്ട് നെതന്യാഹുവിന് 2 പ്രധാന ജോലികളുണ്ട്. ആദ്യത്തേത് യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക. അത് ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു ഒഴിവുകഴിവായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകുക എന്നതാണ്. രണ്ടാമത്തേത് 2026 ഒക്ടോബറിന് മുമ്പ് നടക്കേണ്ട മറ്റൊരു വിജയകരമായ തിരഞ്ഞെടുപ്പിന് എങ്ങനെയെങ്കിലും സ്വയം സജ്ജമാകുന്നതിനൊപ്പം തൻ്റെ ഗവൺമെന്റിന്റെ തകർച്ച തടയുക എന്നതാണ്. യുദ്ധത്തിലുടനീളം നെതന്യാഹു ഹമാസിനെയാണ് ആശ്രയിച്ചിരുന്നത് എന്ന് ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പിന്റെ ഇസ്രയേലിനെയും പലസ്തീനെയും കുറിച്ചുള്ള വിദഗ്ധനായ മൈറാവ് സോൺസെയിൻ അൽ ജസീറയോട് പറഞ്ഞു. തീവ്ര വലതുപക്ഷവും നെതന്യാഹുവും ഹമാസിനെ ഒരു ഒഴിവുകഴിവായി നിരന്തരം ഉപയോഗിച്ചു. എന്നാൽ ചർച്ചകൾ നടത്താതിരിക്കാനും അടുത്ത ദിവസത്തേക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാതിരിക്കാനും അവർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഗാസയിൽ തടവിലാക്കപ്പെട്ട എല്ലാ തടവുകാരെയും കൈമാറാനുള്ള ഹമാസിന്റെ സന്നദ്ധതയ്ക്ക് വിരുദ്ധമാണ് യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ഇസ്രയേൽ വിസമ്മതിക്കുന്നത്. കഴിഞ്ഞ 20 മാസത്തിനിടെ ഹമാസിന്റെ നേതൃത്വത്തിലെ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടു. ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായ ഇസ്മായിൽ ഹനിയെ ജൂലൈ 31 ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യഹ്യ സിൻവാർ ഒക്ടോബർ 16 ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടു. സിൻവാറിന്റെ പിൻഗാമിയും ഇളയ സഹോദരനുമായ മുഹമ്മദിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹമാസ് ഇതുവരെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ സൈനികമായി വിശകലന വിദഗ്ധർ പറയുന്നത് ഹമാസിന് തീവ്രമായ ശക്തി നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുവെന്നാണ്. അവർ ഇപ്പോഴും ചില ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിന്റെ തുടക്കത്തിൽ അവർക്ക് നടത്താൻ കഴിഞ്ഞതിനേക്കാൾ കുറവും ഇടവിട്ട് ആക്രമണങ്ങളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗാസ ഭരിക്കാൻ ഇനി കഴിയില്ലെന്ന് ഹമാസ് മനസ്സിലാക്കിയിരിക്കാം എന്നതിന്റെ സൂചനയായി 2006 മുതൽ അവർ നിയന്ത്രിക്കുന്ന പലസ്തീൻ പ്രദേശത്തിന്റെ ഭരണത്തിൽ നിന്നും പിന്മാറാനും ഒരു സാങ്കേതിക വിദഗ്ധ സർക്കാരിന് കൈമാറാനും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടെക്നോക്രാറ്റുകളുടെ ഈ ഓഫർ പുതിയതല്ല. ഗാസയിൽ നിന്നുള്ള ലക്സംബർഗ് ആസ്ഥാനമായുള്ള പ്രതിരോധ വിശകലന വിദഗ്ധൻ ഹംസ അത്തർ പറഞ്ഞു. എന്നാൽ റഫ അധിനിവേശത്തിന് മുമ്പ് മുതൽ ഇത് ചർച്ചാ വിഷയമായിരുന്നു. ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹമാസ് ഇതിനെതിരെ പ്രതികരിച്ചത്. യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ഒരു ദർശനവും ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അത് ശക്തമായി നിരാകരിച്ചു. പകരം കഴിഞ്ഞ 20 മാസത്തിനിടെ ഇസ്രയേൽ ഗാസയിൽ 54,300-ലധികം പലസ്തീനികളെ കൊല്ലുകയും 1,24,000-ലധികം പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
ഇതിനു പുറമെ ഗാസ ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വിശക്കുന്ന സ്ഥലമാണെന്ന് UN പറയുന്നതനുസരിച്ച് ഇസ്രയേൽ യുദ്ധത്തിലുടനീളം സഹായ വിതരണം തടസ്സപ്പെടുത്തുകയും പിന്നീട് മാർച്ച് 2 മുതൽ മെയ് 27 വരെ അത് പൂർണ്ണമായും തടയുകയും ചെയ്തതിനെ തുടർന്ന് അതിലെ എല്ലാ നിവാസികളും ക്ഷാമത്തിന്റെ ഭീഷണിയിലാണ്. നിലവിൽ ഇസ്രയേൽ എൻക്ലേവിന്റെ 70% നിരോധിത മേഖലകളാക്കി മാറ്റി. അതേസമയം ഗാസയിൽ ഇസ്രയേലിന്റെ ബോംബാക്രമണം തുടരുന്നുണ്ട്. ഹമാസിനെ നശിപ്പിക്കുകയും തടവുകാരെ തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്ന വ്യാജേന ചില വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നത് കൂടുതൽ ആഴത്തിലുള്ള ഒരു ലക്ഷ്യമുണ്ടെന്നതാണ്. എന്നാൽ അതിലൂടെ പലസ്തീനികളെ ഗാസയിൽ നിന്നും പുറത്താക്കുകയാണ് ലക്ഷ്യം. ഹമാസോ ബന്ദികളോ അല്ല ലക്ഷ്യമെന്ന് ഹീബ്രു ഭാഷാ വാർത്താ സൈറ്റായ ലോക്കൽ കോളിന്റെ എഡിറ്റർ മെറോൺ റാപ്പാപ്പോർട്ട് പറയുന്നുണ്ട്.